ഐ ഓസ്റ്റിച്ച് ഡയറക്ടഡ് ബൈ ബോബി. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും നടന്ന ഒരു സംഭവത്തിനെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു സിനിമ മറ്റേ ഇംഗ്ലീഷ് സിനിമയും അല്ല, അത് ഡച്ച് മൂവിയാണ്. അത് നെതർലാൻഡ്സിൽ എടുത്തൊരു മൂവിയാണ് ഇത്. അപ്പൊ ഡച്ച് ഭാഷയാണ് ഉള്ളത്. നെറ്റ്ഫ്ലിക്സിലും ഇംഗ്ലീഷിലൊക്കെ ഡബ് ചെയ്ത വെർഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പേഴ്സണലി ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സിനിമ, അതായത് ഒരാൾ വന്നിട്ട് ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് എന്താ കൊള്ളടിക്കണതാണ്. കൊള്ളടിക്കുന്നതിന് പൈസ കൊള്ളടിക്കണതല്ല. അതായത് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോലീസിനോട് അത് വേണമെന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പൊ അത് എന്താവും എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഈ ഒരു സിനിമ പക്ഷെ സിനിമയുടെ ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ തുടങ്ങിയിട്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യത്തിൽ കറക്കുന്നുണ്ട്. അതായത് അവിടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുഴയാനോ അല്ലെങ്കിൽ കുറെ പാസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ലവ് സ്റ്റോറി പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു സിനിമയിൽ കാണിക്കണില്ല. വേഗം കാര്യത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷെ കാര്യത്തിൽ കടന്ന് ഇത് കൊള്ളടിക്കലായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമ ഭയങ്കര ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞ സമയത്ത് കഥയെന്ന് സിനിമ എവിടെയും തെന്നി പോകുന്നില്ല. പക്ഷെ ഒരു ത്രില്ലിംഗ് സീൻ എവിടെ ഇല്ല. കാരണം അങ്ങനത്തെ സാധനങ്ങളിൽ ത്രില്ലിംഗ് സീൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ് അത്, മനസ്സിലായില്ല. അപ്പോൾ ഇതിന്റെ മുന്നേ നമ്മൾ ഈ മണി ഹൈസ്റ്റ് ഒക്കെ വെബ് സീരീസ് കണ്ടിട്ടുള്ളവർക്കാർ അതില് ഒരു പോലീസും ഈ ബാങ്ക് കൊള്ളടിച്ച് മറ്റേ നമ്മുടെ പ്രൊഫസറും ടോക്കിയോ ഇവരെല്ലാവരും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോലീസും ഇവരും തമ്മിലൊക്കെ ഉള്ളത്. അപ്പോ അല്ല, അതേപോലെ എടുക്കാൻ പറ്റൂല. ഇത് ശരിക്കും പറഞ്ഞ സംഭവമാണല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ലിമിറ്റേഷൻ വന്നതാണോ എന്നുള്ള അറിയില്ല. പക്ഷെ ലിമിറ്റേഷൻ വന്നതാവില്ല. കാരണം ത്രില്ലിംഗ് സീൻസ് ഇവര് നമ്മൾ മുന്നിൽ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യണില്ല, മനസ്സിലായില്ല. അപ്പൊ ഇതില് ഉടനീളം ഏകദേശം 2 മണിക്കൂറോളം ഈ സിനിമയിൽ ഇതാണ്. അപ്പൊ അതില് എവിടെ ഒരു ത്രില്ലിംഗ് സീൻ എന്ന് പറയാൻ നമുക്ക് എവിടെ ആകെ ക്ലൈമാക്സിൽ ഒരു സംഭവം ഉണ്ട് ഈ സിനിമയുടെ എൻഡിങ്ങിൽ. അതാണ് പിന്നെയും കുറച്ചും കൂടെ ത്രില്ലിങ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ എവിടെയും അങ്ങനെ വലിയൊരു ത്രില്ലിംഗ് സീൻ എന്ന് പറയാനില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മോട്ടീവ് ഇല്ല. മോട്ടീവ് ശരിക്ക് ഇതിന്റെ ഒരു മോട്ടീവ് എന്താണെന്നുള്ളത് അറിയില്ലായിരിക്കും. എന്തിനാണ് ഈ ആൾ ഇത് ചെയ്തതെന്നുള്ളൊരു മോട്ടീവ് ആർക്കില്ല മീൻസ് ആർക്കും അറിയില്ല. അപ്പോൾ പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു മോട്ടീവ്, വെറുതെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കരുത്. കാരണം മോട്ടീവ് ഇല്ലാതെ നമ്മൾ ഇത് കാണുമ്പോൾ ആ വില്ലനോട് നമുക്കൊരു ഒരു മോശമായിട്ടോ നല്ല രീതിയിലൊരു കണക്ഷൻ കിട്ടുന്നില്ല. അതേപോലെ തന്നെ അപ്പുറത്ത് ഇതിലൊരാളെ പിടിച്ചു വെക്കേണ്ട, ആള് രക്ഷപ്പെടണം എന്നുള്ളൊരു ഫീലേ ഈ സിനിമയിൽ എവിടെ വരുന്നില്ല. പക്ഷെ ഈ സിനിമ ഇങ്ങനെ ഒരിക്കലും സിനിമയുടെ മോശം പാടല്ല. നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുക എന്താവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടിരിക്കുക. ഒരു ത്രില്ലിംഗ് സീൻസ്, ഒരു ത്രില്ലടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒരു ഒരു ഹൈ മൊമെന്റ് തരേണ്ട ഒരു പടമായിരുന്നു, തരേണ്ട ഒരു പ്ലോട്ട് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ശരിക്കും നടന്ന ഒരു സംഭവം ആണെങ്കിൽ പോലും കുറച്ച് സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടുവരണല്ലോ അങ്ങനത്തെ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത്. കാരണം ഇപ്പൊ ശരിക്കും നടന്നതാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെടണ്ടേ. അപ്പോൾ കുറച്ചൊരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് ഒരു എന്താ പറയുക ഒരു മസാല ചേർത്തിട്ട്, അതായത് ശരിക്കും നടന്ന സംഭവം ആണെങ്കിൽ പോലും അതൊന്ന് നമ്മൾ കാണുന്ന ആൾക്കൊരു ത്രില്ല് അടിപ്പിക്കുന്ന രീതിയിലേക്ക് വേണം അങ്ങനത്തെ സിനിമകൾ കൊണ്ടുവരാൻ. പക്ഷെ ഇതിന് ത്രില്ല് അടിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ത്രില്ല് അടിക്കുന്നില്ല. ഒന്നാമത് പ്രെഡിക്റ്റബിൾ ആണ്. അത് ഈ പ്രെഡിക്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് പോയി സിനിമ ട്വിസ്റ്റോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല പടത്തിൽ. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ ഒരു സിനിമ പ്യുവർലി ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഒരിക്കലും അത് മോശം പടമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം ഇതിൽ ഇത് വേഗം കാര്യത്തേക്ക് കടന്നിട്ട് പിന്നെ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ഇവര് അത് വേണമെന്ന് ഒരു പോലീസിനോട് വിളിച്ചു പറയും, പോലീസ് എന്ത് ചെയ്യും, അതൊക്കെയാണ് പടം. പക്ഷെ എനിക്കൊരു ആവറേജ്, ഒരു മോശം പടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ എനിക്ക് ഐ ഹോസ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു സിനിമ തോന്നിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. പ്ലീസ്. സൈനിങ് ഓഫ്.